നേരെ നമുക്ക് പെട്ടെന്ന് പാലക്കാട്ടേക്കൊന്ന് പോകാം. കോൺഗ്രസ് നേതാവ് ദളിത് യുവതിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പോയിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് പുറത്താക്കുകയും അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ച് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്നും കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ട് ബാക്കി തുടർ നടപടി വെച്ചാൽ വീണ്ടും ഞങ്ങൾ പറ്റുമെങ്കിൽ പുറത്താക്കിയുള്ള ഞങ്ങൾ സമ്മർദ്ദം ചെയ്ത് രാജിവെക്കുന്നു പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങനെയാണ് ചെയ്യും. അല്ല, ഇപ്പോൾ ഈ രാഹുലിൻ്റെ വിഷയത്തിലും സമാനമായിട്ടായിരുന്നല്ലോ. അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറാനൊന്നും പറയുന്നില്ല, പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അപ്പോൾ ഈ കൗൺസിലറായിട്ട് തുടരുമ്പോൾ അത് ഈ പാലക്കാട്ടെ വോട്ടർമാരും അവരൊക്കെ ഒരു സ്ത്രീകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ചിഹ്നത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളതും കോൺഗ്രസിന് ഒരു ധാർമ്മികതയില്ല. ഇല്ല, എനിക്ക് എങ്ങനെ പുറത്താക്കാൻ കഴിയും? രാജിവെക്കാൻ ആവശ്യപ്പെടും. ഇല്ല, ഈ ആദ്യം അയാളെ സംഘടന നിന്ന് പുറത്താക്കി കഴിഞ്ഞ് സംഘടന പുറത്താക്കിയാൽ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ കൗൺസിൽ രാജിവെക്കുക പറയാം അല്ലേ. സംഘടന പുറത്താക്കാത്ത ഒരാളെ ആണെങ്കിൽ രാജിവെക്കാൻ പറയാം. പക്ഷെ പുറത്താക്കിയ ആളുടെ എനിക്ക് പറയാൻ കഴിയില്ല. തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചോ, തനിക്ക് തൻ്റെ പേരിൽ എൻ്റെ അധികാരം പോയി. എല്ലാവരും അന്വേഷിച്ച് തന്നെ ചെയ്യുന്നു. ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വരുന്നത് പാർട്ടിക്ക് ഒരു പ്രതിസന്ധി അല്ലേ? എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ദാവ് ഇല്ലാണ്ടിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് യഥാർത്ഥം അന്വേഷിച്ചില്ല. പക്ഷേ ഈ സമയത്ത് പലതും കയറി വരികയാണല്ലോ ന്യൂസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുമോ, ഇത് ചെയ്യുമോ? അതെന്താവട്ടെ, ഇതിൽ ഞങ്ങൾ പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഈ മീഡിയ എന്നോടെയാണ് ഈ കാര്യം അറിയുന്നത്. അല്ലാതെ ആരും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുകയോ എടുക്കുന്നു ഈ നേരം വരെ ചെയ്തിട്ടില്ല. മറ്റു പാർട്ടികളുടെ പരാതി അന്വേഷിച്ച് അവരുടേത് അന്വേഷിച്ച് കഴിയും. നമ്മളൊന്നും ചെയ്തില്ല, കേട്ടതും ഉടൻ അവനെ വെളിയിലാക്കി. BJP ഒക്കെ ശക്തമായി ഒരു ഞാൻ ഈ ധാർമ്മികത ഞങ്ങൾ കാണിച്ച ആർജവം മറ്റു പാർട്ടികൾ കാണിച്ച വളരെ നന്നാവുമായിരുന്നു. ഒരു തർക്കം വേണ്ട. ഞങ്ങളൊന്ന് എന്തിനു നിന്നോ, കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ആക്കാനാണ്. ഇതെന്ത് അങ്ങനെയാണെങ്കിൽ വഴുതുകൾ അതേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരു ധാർമ്മികത പേരിൽ എന്തിന് നമ്മളെ ഒരു കുറ്റക്കാരെന്ന് കണ്ടാൽ ഈ ഒരു പാർട്ടിയിൽ എല്ലാ ആളുകളുള്ള പാർട്ടികൾ എല്ലാ പാർട്ടിയിലും ആരെങ്കിലും നമ്മൾക്കൊന്നും ഇത് വെച്ചിട്ടൊന്നുമല്ലോ നമ്മൾ സീറ്റ് കൊടുത്തത്. ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു, കേട്ടു. അതിൻ്റെ യഥാർത്ഥം പിന്നെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. എങ്കിലും കേട്ടത് ഉടൻ ആ സ്പോട്ടിൽ തന്നെ വെളിയിലാക്കി. പാലക്കാട്ടെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറ്റുന്നു എന്ന തരത്തിലാണ് ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ പ്രതികരിച്ചത്. അതായത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ ആയിക്കോട്ടെ CPM-ന്റെ ഞാൻ എണ്ണി പറയുന്നില്ല. ഞാൻ എന്താ പറയുക, സ്ഥാനാർത്ഥി ആയതുകൊണ്ടേ ഞാൻ ഇൻഡിവിജ്വൽ പറയുന്നത് ശരിയല്ല. എല്ലാ പാർട്ടിയും ഒരാളുകൾ എണ്ണിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ എത്രയോ പേര് കോൺഗ്രസിന്റെ പാർട്ടിയുടെ ശരി. അത് PK ശശിന് 10 ഇരട്ടിയുള്ള ആളുകൾ ആ ശശിമാരെല്ലാം ഉണ്ട്, ആ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. മനസ്സിലാണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഒരു കാര്യം ഇത് നിങ്ങൾ ഈ പറഞ്ഞത് ഇന്നലെ നിങ്ങൾ രാത്രിയാണ് മീഡിയയിലൂടെ അറിഞ്ഞത്. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഈ പ്രക്ഷോഭ് ഷാഫി തന്റെ ആശാനാണെന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ ഇരയായിട്ടുള്ള അതിജീവിതം പറയുന്നത്. എനിക്കതിനെ കുറിച്ച് അറിയില്ല. എനിക്കറിയുന്നത് ഒന്നേ ഉള്ളൂ, ആ കുട്ടി ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ മീഡിയയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ അയാളെ ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനൊരു ധാർമ്മിക DCC അധ്യക്ഷൻ നിലയ്ക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പുറത്താക്കാനുള്ള വഴി ഇതല്ലേ വേണ്ടി. എങ്ങനെ തിരിച്ചടിയാവും? ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഒരു പ്രവാഹം പോലൊരു പൊതുപ്രവർത്തനമല്ലേ, ഇലക്ഷൻ പ്രചരണമല്ലേ, ധാരാളം ആളുകൾ കൂടെ വരും, ധാരാളം ഇല്ലാണ്ടാവും. സ്വാഭാവികമാണ്. ഇതിനകത്ത് വരുന്ന ആളുകൾ പല പാർട്ടികളും പല പാർട്ടിയുടെ അനുഭാവികൾ പോലും ഉണ്ടാവും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അത് UDF മാത്രമല്ലല്ലോ, ഇത് മറ്റു UDF തിരിച്ചു വരാനുള്ള ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ. അപ്പോൾ ധാരാളം ആളുകൾ വന്നും പോയിക്കൊണ്ട് ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. പ്രക്ഷോഭ് ധാരാളം ആളുകളിൽ ഒരാളല്ലോ. കാരണം ഈ രാഹുൽ മാങ്കോട്ട് ശരി ആവട്ടെ, രാഹുലിന് സ്വീകരണം കൊടുത്തത്, അതിനുശേഷം പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ രാഹുലിനൊപ്പം സദാസമയം ഉണ്ടായിരുന്ന ഒരാളുകളിൽ ഒരാളാണ് പ്രക്ഷോഭ്. അന്ന് ഈ പ്രക്ഷോഭിനെ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ രാഹുലിനൊപ്പം പോയി എന്ന് പറയുന്നത് ഒരാൾ ആരോപണം കിട്ടിയാലേ പുറത്താക്കാൻ പറ്റൂ. കിട്ടുന്നതിന് മുമ്പ് പുറത്താക്കാൻ പറ്റുമോ? ആരാവട്ടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ എത്ര കൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ വെളിയിലാക്കേണ്ടതുള്ളൂ. എല്ലാതെ വെളിയിലാക്കണ്ട. ഒന്നുമില്ലാത്ത ഒരാളെ തനിക്ക് ഓരോ തെരച്ചു പിടിച്ചിട്ട് വെളിയിലാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളിലൂടെ ഞാൻ എപ്പോഴും പറയണം, മീഡിയയിലൂടെയാണ് ആരോപണം കേട്ടിട്ടുള്ളൂ. ആ മീഡിയയിലൂടെ കേട്ടത് ആ സ്പോട്ടിൽ പുറത്താക്കിയ പാർട്ടി കോൺഗ്രസ്സാണ്. അല്ലാതെ വേറൊരു പാർട്ടി ചെയ്യില്ല. മനസ്സിലായിട്ടോ? ഏത് പാർട്ടി ഞാൻ പറ്റില്ല. ഞാൻ എണ്ണി പറയാൻ എനിക്ക് ഈ സമയത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയാൻ എല്ലാ പാർട്ടിയിലും ഉണ്ട്.
പക്ഷേ ഞങ്ങൾ അതിനൊന്നും വയ്ക്കാതെ തന്നെ ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രശോഭന സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നു. അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതെനിക്കറിയില്ല, ഞാനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ അറിയുന്നത് അവൻ കൗൺസിലറാണ്, അവൻ്റെ ഭാര്യ കൗൺസിലറായിരുന്നു. അപ്പോൾ ആ ബന്ധം നമുക്കുള്ളത് ഒരു കൗൺസിലറായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പരാതി ഇപ്പോഴാണ് അവനെതിരെ ആരോപണം വരുന്നത്, അത് വെളിയിലാക്കി. യെസ്, പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും പാലക്കാട്ട് ഈ സ്ത്രീകൾ ഉയർത്തുന്ന പരാതികൾ അത് കോൺഗ്രസിന് വലിയ തലവേദനയാവുകയാണ്. കാരണം അവിടുത്തെ MLAയുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉറ്റ ചങ്ങാതിയും ഷാഫി പറമ്പിലിൻ്റെ ശിഷ്യനുമൊക്കെ ആയിട്ടുള്ള വ്യക്തിക്കെതിരെയാണ് മറ്റൊരു യുവതി ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തുന്നത്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഏത് രീതിയിലുള്ള ന്യായീകരണമാണ് DCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഈ വിഷയത്തിൽ? ഗൗതം, പ്രധാനമായിട്ടും ഇപ്പോൾ പറയുന്നത് ഈ ഒരു ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവിതയുടെ പരാതി ഉണ്ടായിട്ടുള്ള യുവതി, ആ യുവതിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കി എന്നുള്ളതാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ പറയുന്നത്. അതേസമയം തന്നെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള ചോദ്യത്തിൽ അത് ഇനി പുറത്താക്കിയ സാഹചര്യത്തിൽ ഇനി അത്തരത്തിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ പറയേണ്ടതിന്റെ ബാധ്യത പാർട്ടിക്ക് ഇല്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണവും DCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും സമാന രീതിയിൽ തന്നെയായിരുന്നു. രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറയുന്ന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നലെ നമ്മൾ ജനം TV പുറത്തുവിട്ട ഈ വാർത്ത അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പാലക്കാട്ടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസിനെ നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കളങ്കം എന്നുള്ളത് വലിയ രീതിയിലുള്ള കളങ്കമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം മൂലം പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകർക്കാണെങ്കിലും പാലക്കാട്ടെ വോട്ടർമാർക്കാണെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവും പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ കൂടെയായിട്ടുള്ള പ്രശോഭ് സി വത്സനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടാവുന്നത്. ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് പരാതികളിലും പറയുന്ന കാര്യം എന്നുള്ളത് താൻ പഠന ആവശ്യത്തിനായിട്ടാണ് മറ്റൊരു ജില്ലയിൽ നിന്ന് പാലക്കാട്ടേക്ക് എത്തുന്നത്. അങ്ങനെ പാലക്കാട്ടേക്ക് എത്തിയതിന് ശേഷം പാലക്കാട് പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ പ്രശോഭ് സി വത്സൻ എന്ന കൗൺസിലർ താനുമായി ബന്ധപ്പെടുകയും പിന്നീട് തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുകയും ഒരു ദിവസം തൻ്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കടന്ന് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ജോലി വാഗ്ദാനം ചെയ്ത് ഉൾപ്പെടെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ജോലിക്കൊരു ഇന്റർവ്യൂവിന് എന്ന പേരിൽ റൂമിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഒരു കാറിൽ വെച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഉൾപ്പെടെ ആ കുട്ടിക്ക് നേരെ പീഡനമുണ്ടായി എന്നുള്ളതാണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അരുൺ, വ്യക്തമാണ് 22-കാരിക്കെതിരെയാണ് ഇത്തരത്തിൽ പീഡനം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല പെൺകുട്ടികൾ ഉയർത്തിയതിന് സമാനമായ രീതിയിലുള്ള വിഷയമാണ് ഇപ്പോൾ ഈ യുവതിയും മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രശോഭ് സി വത്സൻ എന്നത് കോൺഗ്രസിന്റെ പാലക്കാട്ടെ ഒരു പ്രധാനപ്പെട്ട ഫേസാണ്. രമേശ് പിഷാരടിയുടെ പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഷാഫി പറമ്പിലിന്റെ ശിഷ്യനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് പാലക്കാട്ട് കോൺഗ്രസിന് അടുത്ത തലവേദനയാണ് ഈ വിഷയമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.